മരണത്തിൽ നിന്ന് ജീവന്റെ മധുരവുമായി മടങ്ങി വന്ന ലാസറിന്റെ ഓർമ്മയിൽ ഇന്ന് കൊഴുക്കട്ട ശനി. പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിന്റെ 41-ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു ഇത്. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെയും എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് 40 ദിവസം വരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. ഭൂമിയെ കൊഴു പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറി തെറിക്കപ്പെട്ടു എന്ന സങ്കീർത്തന വാചകത്തെ അടിസ്ഥാനമാക്കിയാണ് നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ കൊഴുക്കട്ട എന്ന പേര് ഈ പലഹാരത്തിന് വന്നു ചേർന്നത് എന്ന് പറയപ്പെടുന്നു. മഞ്ഞ് പോലെ വെളുത്ത അരിമാവിനുള്ളിൽ തേങ്ങയ്ക്കൊപ്പം ശർക്കരയോ പനശർക്കരയോ നിറച്ചുകൊണ്ട് വിശുദ്ധവാരം തുടക്കം കുറിക്കുന്ന ഓശാന ഞായറിന് തലേ ദിവസം തയ്യാറാക്കുന്ന മധുരമുള്ള പലഹാരമാണ് കൊഴുക്കട്ട. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ബെഥാനിയായിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഈശോ ലാസറിന്റെ ഭവനത്തിലെത്തുമ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ചുണ്ടാക്കിയ വിഭവം കൊണ്ട് ഈശോയ്ക്ക് വിരുന്ന് നൽകി. വലിയ വിരുന്നായ പെസഹായ്ക്ക് മുൻപ് ഈശോ ഭക്ഷിച്ച അവസാനത്തെ വിരുന്നായിരുന്നത്. ആ വിരുന്നിന്റെ അനുസ്മരണമായാണ് പരമ്പരാഗത രീതിയിൽ അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ടയുണ്ടാക്കി കൊഴുക്കട്ട ശനിയാഴ്ചയായി ആചരിക്കുന്നത്. ഇതിന് ലാസറിന്റെ ശനിയാഴ്ച എന്നും പറയും. ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ കല്ലെറിയുന്ന സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കൊഴുക്കട്ട എന്നും പ്രചാരമുണ്ട്. പല അഭിപ്രായങ്ങളും കഥകളും കൊഴുക്കട്ട എന്ന പലഹാരത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു. വിശ്വാസ തീഷ്ണ തുളുമ്പിയ 40 നോമ്പ് ദിനങ്ങളുടെ പരിസമാപ്തി. ഇന്ന് ലാസറിന്റെ ശനിയാഴ്ച. എല്ലാവർക്കും കൊഴുക്കട്ട പെരുന്നാളിന്റെ തേൻമധുരം കിനിയുന്ന 1000 പ്രാർത്ഥനാശംസകൾ നേരുന്നു.